നമസ്കാരം. കമ്മ്യൂണിസ്റ്റുകാരും ദൈവവിശ്വാസവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചർച്ചകൾ, സംവാദങ്ങൾ, വിവാദങ്ങൾ ലോകചരിത്രത്തിലെമ്പാടും ഉണ്ടായിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് സാഹിത്യത്തിൽ അതെമ്പാടും ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ ചരിത്രത്തിൽ അത് എത്രയോ വട്ടം ഉയർന്നു വന്നതാണ്. ആദ്യത്തെ ആരോപണം കമ്മ്യൂണിസ്റ്റുകാർ മതവിശ്വാസികളെ അല്ല, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന വിഖ്യാതമായ ഒരു വചനത്തെ, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവിലെ ഒരു വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് പലരും മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്, അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരൊക്കെ മതവിരുദ്ധരാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അതേ സമയത്ത് അതല്ല എന്ന് വരുത്തി തീർക്കാൻ ലോകത്തിൻ്റെ പല ഭാഗത്തും പലതരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ വിജയവും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ക്യൂബയിലെ വിപ്ലവം നടത്തിയത് അവിടുത്തെ ക്രിസ്ത്യൻ പാതിരിമാരും കന്യാസ്ത്രീകളും ഒക്കെയാണ് എന്നത് വിഖ്യാതമായൊരു ചരിത്രമാണ്. റഷ്യയിൽ തന്നെ വിപ്ലവം നടന്നപ്പോൾ ആ റഷ്യൻ വിപ്ലവത്തെക്കുറിച്ച് 1917 ഒക്ടോബർ വിപ്ലവത്തെ മലയാളത്തിന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് സഖാവ് കെ ദാമോദരൻ ഒരു പുസ്തകം എഴുതിയപ്പോൾ ആ പുസ്തകത്തിന് കൊടുത്ത തലക്കെട്ട് യേശു ക്രിസ്തു മോസ്കോവിൽ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഭാരം ചുമക്കുന്നവരുടെയും വണ്ടി വലിക്കുന്നവരുടെയും അഥവാ അധ്വാനിക്കുന്നവൻ്റെ വിമോചന സ്വപ്നം ആണ് ഇതാ യാഥാർത്ഥ്യമായിരിക്കുന്നു. നിങ്ങൾ വേദഗ്രന്ഥത്തിൽ പറയുന്ന സ്വർഗം ഇതാ ഞങ്ങൾ നടപ്പാക്കിയിരിക്കുന്നു, തൊഴിലാളി വർഗ പാർട്ടി. അങ്ങനെയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മതങ്ങളുടെ വിമോചന സങ്കല്പം തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ വിമോചന സങ്കല്പം എന്ന് സമീകരിക്കാനും അത് അത്തരത്തിൽ വ്യാഖ്യാനിക്കാനും ഒക്കെ എല്ലാ മതവിശ്വാസികളോടും. ഇസ്ലാമും കമ്മ്യൂണിസ്റ്റുകാരും എന്നൊരു പുസ്തകം സഖാവ് PT ഭാസ്കരപ്പണിക്കർ എഴുതിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ ശ്രമിച്ചത് മതങ്ങളുടെ വിമോചന മൂല്യങ്ങൾ നടപ്പാക്കുന്നത് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാരാണ്. മതത്തെ വിറ്റഴിക്കുന്നത്, മതത്തെ വിറ്റ് ഒരു വിൽപ്പന ചരക്കാക്കി മാറ്റുന്നത് ബൂർഷ്വാസികളാണ്. അതാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലെ തൊഴിലാളികളും ബൂർഷ്വാസിയും എന്ന അധ്യായത്തിൽ പരാമർശിക്കുന്നതും അങ്ങനെയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട സംവാദങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോഴൊന്നും നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു വാദമാണ് ഈ ആഴ്ച മലയാളത്തിൽ നിന്ന് ഉയർന്നു കേട്ടത്. അത് കണ്ണൂരിലെ പ്രമുഖനായ CPM നേതാവ് MB ജയരാജൻ്റേതാണ് ആ പ്രസ്താവന. MB ജയരാജൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കണ്ണൂരിലെ CPM എന്ന് പറഞ്ഞാൽ 3 ജയരാജന്മാരാണ്. ഒന്ന് P ജയരാജൻ, മറ്റൊന്ന് EP ജയരാജൻ, 3 MB ജയരാജൻ. P ജയരാജൻ ആശയപരമായി ജീവിതത്തിലെ പ്രതിബദ്ധത കൊണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ്. EP ജയരാജൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ട് ജീവിക്കാൻ പഠിച്ച കമ്മ്യൂണിസ്റ്റുകാരനാണ്. MB ജയരാജൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നാക്കിൻ തുമ്പത്ത് ഇങ്ങനെ അമ്മാനമാടുന്നതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ അനുഭവിച്ച ഒരാളാണ് ഈ MB ജയരാജൻ. അദ്ദേഹം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു നമുക്കറിയാം. ഇപ്പോൾ അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് എന്നാണ് എൻ്റെ ഒരു ധാരണ. എന്തായാലും MB ജയരാജൻ്റെ ഒടുവിലത്തെ പ്രസ്താവനയാണ് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത്. MB ജയരാജൻ പറയുന്നത് ദൈവം എന്നൊന്നുണ്ടെങ്കിൽ അത് CPM ആണ് എന്നാണ്. CPM ആണ് ദൈവം. അതിന് അദ്ദേഹം കൂട്ടുപിടിച്ചിരിക്കുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു കവിതയാണ്. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ എന്ന് ശ്രീനാരായണ ഗുരുദേവന്റെ വിഖ്യാതമായൊരു വചനമാണ്. ദൈവം ആരാണ് എന്ന് ചോദിച്ചാൽ അന്നവും വസ്ത്രവും ഒക്കെ, ഈ റോട്ടി കപ്പട മക്കാൻ എന്ന് പറഞ്ഞ പോലെ മനുഷ്യർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തന്നിട്ട് ഞങ്ങളെ രക്ഷിക്കുന്നത് ആരാണോ അയാളാണ്, അദ്ദേഹമാണ്, ആ ശക്തിയാണ് ദൈവമെന്നാണ്. അന്ന വസ്ത്രാദി മുട്ടാതെ തന്ന് രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ, അതാണ് ദൈവം. ഈ കവിത പാടിയിട്ട്, ഈ കവിത തെറ്റായിട്ടാണ് അദ്ദേഹം പാടുന്നത് കേട്ടത്. തെറ്റിച്ചാണെങ്കിലും അദ്ദേഹം പാടട്ടെ. ഒരു രാഷ്ട്രീയ നേതാവ് കവിത ചൊല്ലുന്നത് എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ മനസ്സ് ആർദ്രമായതുകൊണ്ടാവണമല്ലോ, ചൊല്ലട്ടെ. അതും ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മീയ നേതാവായ ശ്രീനാരായണ ഗുരുദേവൻ്റെ കവിത ചൊല്ലുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്, വല്ലാതെ വരണ്ടു പോകാതിരിക്കാൻ, കണ്ണൂർ പോലെ ഒരു നാട് അക്രമ രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും തിരിച്ചു പോകാതിരിക്കാനൊക്കെ MB ജയരാജനെ പോലുള്ള നേതാക്കളുടെ നാക്കിൻ തുമ്പത്ത് വല്ലപ്പോഴും ഒക്കെ 4 വരി കവിത വരുന്നതും അതും ശ്രീനാരായണ ഗുരുവിനെ വാഴ്ത്തുന്നതും ഒക്കെ നല്ലതാണ്. പക്ഷേ ആ കവിതയെ മുൻനിർത്തിയിട്ട് അദ്ദേഹം പറയുന്നത് വല്ലാത്തൊരു വാക്യമാണ്. അദ്ദേഹം പറയുന്നത് ഇതാ കണ്ടില്ലേ, ഇപ്പോൾ ഈ ഭൂമി മലയാളത്തിൽ അന്നവും വസ്ത്രവും ഒക്കെ കൊടുക്കുന്നത് ഞങ്ങളാണ്. ആരാണ്? CPM ആണ്. അതുകൊണ്ട് ദൈവം CPM ആണ് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന. അത് വല്ലാതെ ട്രോൾ ചെയ്യപ്പെടും, തീർച്ചയായിട്ടും അറിയാമല്ലോ മലയാളത്തിലെ മാധ്യമങ്ങളിൽ. ഞാനിത് കണ്ടത് മനോരമയിലെ ഒരു പൊളിറ്റിക്കൽ സറ്റയർ പരിപാടിയിലാണ്. അത് അവർ കൊടുത്ത തലക്കെട്ട് തന്നെ വായിൽ തോന്നിയത് എന്നാണ് ഒരു തലക്കെട്ട്. അതിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്നത് ശുംഭൻ മുത്തപ്പൻ എന്നാണ്. 2 കാര്യങ്ങൾ ഓർക്കേണ്ടതാണ്. ഒന്ന് വായിൽ തോന്നിയതൊക്കെ പറയുന്നതിൻ്റെ പേരിൽ
ഈ തട്ടി മുളിക്കുന്നതിൻ്റെ പേരിൽ വാക്കുകൾക്ക് എപ്പോഴും തിരിച്ചെടുക്കേണ്ടി വരികയും അതിന് മാപ്പ് പറയേണ്ടി വരികയും കോടതി കയറുകയൊക്കെ ചെയ്യേണ്ടി വന്ന ഒരാളാണ്. കോടതിയെ പണ്ട് ശുംഭൻ എന്ന് വിളിച്ചതിനാണ്, കോടതിയിലെ ജഡ്ജിയെ ശുംഭൻ എന്ന് വിളിച്ചതിന് എം വി ജയരാജന് കിട്ടേണ്ടതൊക്കെ കിട്ടിയതാണ്. മാത്രമല്ല ശുംഭൻ മുത്തപ്പൻ എന്ന് തലക്കെട്ട് കൊടുക്കുമ്പോൾ നമുക്കറിയാം കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവം മുത്തപ്പനാണ്, പറശ്ശിനിക്കടവിലെ മുത്തപ്പൻ. ആ മുത്തപ്പനെ സംരക്ഷിക്കുന്നതും മുത്തപ്പൻ്റെ മുഴുവൻ നടത്തിപ്പുകാരും CPM-കാരാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ശുംഭൻ മുത്തപ്പൻ എന്നൊക്കെയുള്ള പ്രയോഗം വളരെ ശരിയാണ്. ഈ ശുംഭൻ എന്ന വാക്കിന് ഈ സംസ്കൃതം മലയാളം നിഘണ്ടുക്കളൊക്കെ വെച്ചുകൊണ്ട് ഏതോ മഹാപണ്ഡിതന്മാർ അദ്ദേഹത്തിന് മനോഹരമായ വ്യാഖ്യാനമൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയും അത് കാണാതെ പഠിച്ച് അദ്ദേഹം കോടതിയിൽ ബോധിപ്പിക്കുകയൊക്കെ ചെയ്തു എന്ന രസകരമായ പല അധ്യായങ്ങളും നമ്മൾ കണ്ടതാണ്. ഏതായാലും ശുംഭനായാലും മുത്തപ്പനായാലും വായിൽ തോന്നിയത് കോതക്ക് പാട്ട് എന്ന പ്രയോഗമായാലും ഒക്കെ എം വി ജയരാജന് ചേരും. എന്തായാലും അദ്ദേഹത്തിന് ഒടുവിലത്തെ വായിൽ തോന്നിയ കോത ആണ് സത്യത്തിൽ അല്ലെങ്കിൽ വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞതാണ് ഈ പ്രസ്താവന. ഈ കേരള നാട്ടിൽ ഇപ്പോൾ അന്നം കൊടുക്കുന്നതും വസ്ത്രം കൊടുക്കുന്നതും മനുഷ്യർക്ക് വേണ്ടതൊക്കെ കൊടുക്കുന്നതും നമ്മളാണ്. ആരാണ്? CPM ആണ്. അതുകൊണ്ട് CPM ആണ് നമ്മുടെ ദൈവം എന്നാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. ഇത് പ്രത്യക്ഷത്തിൽ ആദ്യം കണ്ടപ്പോൾ എനിക്കിത് അയച്ചു തന്നത്, ഞാൻ അന്ന് കണ്ടിരുന്നില്ല, ഇത് വന്ന ദിവസം ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എനിക്ക് അയച്ചു തന്നത് കണ്ണൂരിലെ എൻ്റെ കൂട്ടുകാരായ ചില നല്ല സഖാക്കളാണ്. അപ്പോൾ എന്തായാലും അത് അയച്ചു തന്നപ്പോൾ എനിക്ക് തോന്നിയത് ആദ്യം ഇദ്ദേഹം ഇത് ട്രോളുകയാണോ എന്ന് എനിക്ക് തോന്നി. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തെ മാത്രമല്ല ട്രോളുന്നത്, അദ്ദേഹം CPM-നെ തന്നെ ട്രോൾ ചെയ്താണോ എന്ന് പറഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പണ്ട് വിശ്വസിച്ചിരുന്നത് പോലെ കമ്മ്യൂണിസ്റ്റുകാരൊന്നും മതത്തിൽ നിന്നും മതസ്ഥാപനങ്ങളിൽ നിന്നും ദേവാലയങ്ങളിൽ നിന്നൊക്കെ പുറത്തു കഴിഞ്ഞിരുന്ന ഒരു കാലത്തിന് പകരം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്കൊക്കെ പ്രധാനപ്പെട്ട പണി പാർട്ടി നിർദ്ദേശപ്രകാരം തന്നെ ദൈവങ്ങളെ തേടി പോവുകയും സകല ദേവാലയങ്ങളിലും പോയി ആരാധിക്കുകയും സകല പൂജാതി മുറകളിലൊക്കെ പങ്കെടുക്കുകയും സകല താലപ്പൊലികളും കൊണ്ടാടുകയും ഒക്കെ ചെയ്യുന്ന പണിയാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക്. അതുകൊണ്ട് ആ കമ്മ്യൂണിസ്റ്റുകാരെ നോക്കിയിട്ട് ഇദ്ദേഹം ട്രോളുകയാണ്. ഓർക്കണം, നിങ്ങൾ മറന്നു പോകരുത്, CPM ആണ് നിങ്ങളുടെ ദൈവം എന്ന് മറന്നു പോകരുത് എന്ന് അദ്ദേഹം പറയുന്നത് വിശ്വാസികളുടെ ട്രോളാണോ എന്ന് എനിക്ക് തോന്നി. അതല്ല, രണ്ടാമത് അദ്ദേഹം പിണറായിയെ ട്രോളുകയാണോ എന്ന് തോന്നി. കാരണം പിണറായി ആണല്ലോ ഇപ്പോൾ ഈ പറഞ്ഞ കാരണഭൂതൻ എന്നൊക്കെ വിളിച്ചിട്ട് കേരള നാട് ഇങ്ങനെയൊക്കെ ആയിത്തീർന്നതിൻ്റെ കാരണഭൂതൻ പിണറായിയാണ് എന്ന് ഈ പാടിക്കൊണ്ടുള്ള കൈകൊട്ടിക്കളികൾ, തിരുവാതിരക്കളി മാത്രമല്ല, അടുത്ത കാലത്ത് അതേ അർത്ഥം വരുന്ന വാഴ്ത്ത് വലിയ ഒരു ഷോർട്ട് ഫിലിമായി പുറത്തിറങ്ങി എന്നും നമ്മൾ വാർത്തകളിൽ കണ്ടു, വാർത്താ മാധ്യമങ്ങളിൽ കണ്ടു. അതുകൊണ്ട് പിണറായി ആണ് ദൈവം എന്ന് ആളുകളാകെ ധരിക്കുകയും അങ്ങനെ വാഴ്ത്തുപാട്ടുകാരുടെ സ്തുതിപാഠകരുടെ ഒരു വലിയ സംഘം ഇതാ ദൈവം എന്ന് പറഞ്ഞിട്ട് പിണറായിക്ക് ചുറ്റും പിന്നെ കൂടിയിട്ട് ദൈവത്തിൻ്റെ സ്തുതികൾ പാടുകയും ചെയ്യുന്ന ഒരു സമയത്ത് ഒരു പക്ഷേ എം വി ജയരാജൻ ഓർമ്മിപ്പിച്ചതാവാം, വ്യക്തി അല്ല കേട്ടോ, പിണറായി അല്ല, പാർട്ടിയാണ് ദൈവം, നിങ്ങളത് വ്യക്തിയുടെ പിന്നാലെ പോണ്ട. അതുകൊണ്ട് പിണറായി കിട്ടൊന്ന് ട്രോൾ ചെയ്തതാണോ എന്നും എനിക്ക് സംശയം തോന്നി. അങ്ങനെയാണെങ്കിൽ ഒരു പഴയ പ്രസ്താവനയിലേക്ക് പ്രസ്താവന ഓർമ്മിപ്പിക്കാം, ചില ബുദ്ധിജീവികളുടെ പ്രസ്താവന. VS-ഉം പിണറായി വിജയനും തമ്മിൽ പാർട്ടിയിൽ വിഭാഗീയമായി ഏറ്റുമുട്ടുന്ന കാലത്താണ് VS-നെ സൂചിപ്പിച്ചുകൊണ്ട് KN കുഞ്ഞാമതിനെ പോലുള്ള പാർട്ടി ബുദ്ധിജീവികൾ അന്ന് ലേഖനം എഴുതിയത്, ഈ പാർട്ടിയിൽ ആൾദൈവം പാടില്ല. അങ്ങനെയാണ് ദൈവവും പാർട്ടിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മലയാള ബൗദ്ധിക മണ്ഡലം ആദ്യമായിട്ട് കേൾക്കുന്നത്. പാർട്ടിയിൽ ആൾദൈവങ്ങൾ പാടില്ല എന്ന് പറഞ്ഞാൽ അന്ന് പിണറായി വിജയനെ ഒരു മനുഷ്യനും കണ്ടുകൂടായിരുന്നു. കാരണം അധികാരം ഉണ്ടായിരുന്നില്ല. VS-നെ ആളുകൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പോരാട്ടം കൊണ്ടും അദ്ദേഹത്തിൻ്റെ ഭരണത്തിലെ പോരാട്ടം കൊണ്ടും, രണ്ടും, അദ്ദേഹത്തിൻ്റെ സമരത്തിലെ പോരാട്ടം കൊണ്ടും അദ്ദേഹത്തിൻ്റെ ഭരണത്തിലെ പോരാട്ടവും രണ്ടും ആളുകൾക്ക് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് VS അച്യുതാനന്ദന് വലിയ സ്വീകാര്യതയും ജനപ്രിയതയും നേടിയെടുത്തപ്പോൾ VS-നെ ഉപദ്രവിക്കാനും ട്രോളാനും ആക്ഷേപിക്കാനും വേണ്ടി അന്ന് KN കുഞ്ഞാമത് എഴുതിയ വിഖ്യാതമായ വചനമാണ് പാർട്ടിയിൽ ആൾദൈവങ്ങൾ പാടില്ല. അതിന് പക്ഷേ VS അച്യുതാനന്ദനോട് കളിച്ചാൽ അപ്പോൾ കിട്ടും, അത് വരമ്പത്ത് കൂലി കിട്ടുമെന്ന് പറഞ്ഞ പോലെ VS അച്യുതാനന്ദൻ തിരിച്ച് ആ കൊരങ്ങനെ മറുപടി പറയാൻ ഞാനില്ല എന്നാണ് പറഞ്ഞത്. ഒരു പക്ഷേ ഈ KN കുഞ്ഞാമതിനെ കൊരങ്ങൻ എന്ന് വിളിക്കാൻ VS അച്യുതാനന്ദൻ തന്നെ വേണം. അപ്പോൾ അങ്ങനെ അതൊക്കെ നമ്മൾ കേട്ടതാണ്. ഈ സമയത്ത് നഷ്ടപ്പെടുന്ന ഒന്നുണ്ട്. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ആൾദൈവങ്ങളായിരുന്ന കാലം ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ഒരാൾക്ക് സത്യസന്ധമായി, യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായി
ഒരു മനുഷ്യൻ്റെ മനസ്സിനകത്തെ ദൈവതുല്യമായ ഒരു പദവിയിലേക്ക് ഉയർത്തപ്പെടാൻ ആർക്കെങ്കിലും സാധിക്കുന്നുണ്ടോ? അങ്ങനെ സാധിച്ച ഒരാൾ കേരളത്തിലുണ്ടായിരുന്നു, ഒരാളെങ്കിലും കേരളത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് AK ഗോപാലൻ എന്നാണ്. AK കണ്ണൂർക്കാരനാണ് തീർച്ചയായിട്ടും. പക്ഷേ AKജിക്ക് ശേഷം കണ്ണൂരിൽ നിന്ന് 7 അയലത്ത് AKജിയുടെ ആ പ്രഭാവത്തിൻ്റെ, ആ പ്രതാപത്തിൻ്റെ, ആ പോരാട്ടത്തിൻ്റെ, ആ മനുഷ്യനന്മയുടെ 7 അയലത്ത് വെക്കാൻ കൊള്ളാവുന്ന ഒരു ശിഷ്യൻ പോലും AKജിക്ക് കണ്ണൂരിൽ ഉണ്ടായില്ലല്ലോ എന്നതാണ് പുതിയ കാലത്തെ ഒരു വലിയ സങ്കടം. AKജിയുടെ ചിത്രം സത്യസന്ധമായി ഞാൻ എൻ്റെ നേരിട്ട് അനുഭവിച്ച ഒരു ചിത്രമുണ്ട്. AKജി ദൈവതുല്യമായി തീരുന്ന ഒരു ചിത്രം ഞാൻ കണ്ടത് ഇടുക്കി ജില്ലയിലെ അമരാവതിയിലാണ്. 80കളിലാണ് ഞങ്ങളൊരു സംഘം സാംസ്കാരിക പ്രവർത്തകർ അവിടെ പോയത്. അമരാവതി നമുക്കറിയാമല്ലോ, ഇടുക്കി ഡാമിന് വേണ്ടി 1000-ഓളം മനുഷ്യരെ കുടിയിറക്കി കൊണ്ടുപോയിട്ട് അവർക്ക് ഭൂമിയോ കിടപ്പാടമോ പകരം കൊടുക്കാതിരുന്നപ്പോൾ ആ സമയത്താണ് പാർലമെൻറ്റിലെ പ്രതിപക്ഷ നേതാവായിരുന്ന AKജി എല്ലാ പണിയും നിർത്തിവെച്ചിട്ട് വന്നിട്ട് ആ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി അവിടെ കുടില് കെട്ടി സമരം തുടങ്ങിയത്, അമരാവതിയിലെ സമരം. ആ സമരകാലത്ത് അമരാവതിയിൽ കുടിയിറക്കപ്പെട്ട മനുഷ്യന്മാരിൽ, കിടപ്പാടം നഷ്ടപ്പെട്ട മനുഷ്യന്മാരിൽ ഒരാൾ പോലും കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്നില്ല. മാത്രമല്ല മുഴുവൻ പേരും ക്രിസ്തുമത വിശ്വാസികളുമായിരുന്നു. അവരൊക്കെ തന്നെ ആ സമരക്കാലത്ത് എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോയി മുട്ടിപ്പായി പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി പട്ടിണി കിടക്കുന്ന ഒരാൾ, ഞങ്ങൾക്ക് വേണ്ടി നിരാഹാരം കിടക്കുന്ന ഒരാൾ, ഞങ്ങൾക്ക് കിടപ്പാടം കിട്ടുന്നത് വരെ സമരം അവസാനിപ്പിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ച് ജീവൻ പണയം വെച്ച് സമരം ഇരിക്കുന്ന ഒരാൾ ഞങ്ങളുടെ നാട്ടിലെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് AK ഗോപാലൻ എന്നാണ്. ആ കർത്താവെ അദ്ദേഹത്തിന് ദീർഘായുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ച ക്രിസ്തീയ മനസ്സുണ്ടായിരുന്നു. ആ മനസ്സ് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അമരാവതിയിലെ വീടുകളിൽ ഞങ്ങളത് കണ്ടു. അമരാവതിയിലെ വീടുകളിൽ യേശുദേവൻ്റെ ചിത്രമുണ്ട്. എന്നാൽ യേശുദേവൻ്റെ ചിത്രത്തെക്കാൾ വലിപ്പത്തിൽ എപ്പോഴും കത്തുന്ന വിളക്കോട് കൂടിയിട്ട് AKജിയുടെ പടമുണ്ട്. അമരാവതിയിലെ ക്രിസ്ത്യാനികളുടെ വീടുകളിൽ AKജി ദൈവമായി മാറിയത് സ്വന്തം കർമ്മത്തിലൂടെയാണ്. അങ്ങനെ കർമ്മം കൊണ്ട് ദൈവമായി തീർന്ന മനുഷ്യർ, ആൾ ദൈവം തന്നെ ആയി തീർന്ന മനുഷ്യരുണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ. അങ്ങനെ ആരെങ്കിലും ഇന്നുണ്ടോ എന്ന ചോദ്യം വളരെ പ്രധാനമാണ്. അതുകൊണ്ട് AKജി ഇല്ലാത്ത ലോകത്ത്, AKജി ഇല്ലാത്ത കേരളത്തിൽ ഇനി ആരും ദൈവമാകാൻ ശ്രമിക്കണ്ട എന്ന് സഖാവ് MB ജയരാജൻ ഭംഗ്യന്തരേണ നേർക്ക് നേരെ പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് പിണറായിക്കിട്ട് കൊടുത്തതാണോ എന്ന ചോദ്യവും പ്രധാനമാണ്. സൈദ്ധാന്തികമായി ഒരു ചോദ്യം കൂടി ചോദിച്ചുകൊണ്ട് വേണം ഈ ചർച്ച അവസാനിപ്പിക്കാൻ. അത് ഒരു ഭരണകൂടം എങ്ങനെയാണ്, ഒരു കേരളം ഭരിക്കുന്ന ഗവൺമെൻറ്റാണ് CPM സർക്കാർ, പിണറായി ഗവൺമെൻറ്, സമ്മതിച്ചു. ആ ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ് തീർച്ചയായിട്ടും ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുക, ജനങ്ങൾക്ക് അന്നവും വസ്ത്രവും എത്തിച്ചു കൊടുക്കുക എന്നതൊക്കെ. എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആവുന്ന മട്ടിൽ അതിനെ പിന്തുണക്കുക, അത് ഉറപ്പുവരുത്തുക എന്നതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെയാകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ. ഈ ഗവൺമെൻറ് ഇതൊക്കെ ചെയ്യുന്നു എന്നതുകൊണ്ടാണോ ആ ഗവൺമെൻറ്റിനെ നിങ്ങൾ ദൈവം എന്ന് വിളിക്കണം എന്ന് സഖാവ് MB ജയരാജൻ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ 2 ചോദ്യമുണ്ട്. ഈ കൊടുക്കുന്നതൊക്കെ CPM ആണ് ദൈവമെങ്കിൽ, CPM എന്ന ദൈവമാണ് ഇതൊക്കെ കൊടുക്കുന്നതെങ്കിൽ CPMൻ്റെ പാർട്ടി ഫണ്ടിൽ നിന്നോ CPMൻ്റെ പാർട്ടി ആഫീസിൽ നിന്നോ ആണോ കൊടുക്കുന്നത്? അതല്ല, ഈ രാജ്യത്തിൻ്റെ നികുതിപ്പണം കൊടുക്കാൻ, നികുതിപ്പണം വിനിയോഗിക്കാൻ, അത് ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ നിങ്ങളെ ജനാധിപത്യ പ്രകാരം തിരഞ്ഞെടുത്ത് അയച്ചതാണോ? അപ്പോൾ നിങ്ങൾ ആരുടെ സേവകന്മാരാണ്? ഈ രാജ്യത്തിൻ്റെ സേവകന്മാരല്ലേ? അങ്ങനെയാണെങ്കിൽ ദൈവം എന്ന് വിളിക്കേണ്ടത് CPM ആണ് ദൈവം എന്ന് പറയണമോ? അതല്ല, നിങ്ങളുടെ ദൈവം നിങ്ങളുടെ രാജ്യമാണ് എന്ന് പറയണമോ? രാജ്യത്തിൻ്റെ ഉപ്പും ചോറും തിന്നാണ് നിങ്ങൾ വളരുന്നത്. അതുകൊണ്ട് ഈ രാജ്യവും ഈ രാജ്യത്തെ നിലനിർത്തുന്ന ഭരണഘടനയുമാണ് നിങ്ങളുടെ ദൈവം എന്ന് പറയേണ്ടടുത്ത് ഒരു പാർട്ടിയുടെ പേര് പറഞ്ഞിട്ട് CPM ആണ് ദൈവം എന്ന് പറയുന്നത് അബദ്ധം മാത്രമാണോ അതോ രാജ്യദ്രോഹം കൂടിയാണോ? ഒന്ന്. രണ്ടാമത്തെ ഒരു ചോദ്യം ആശയപരമാണ്. CPM ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഒരു ഭരണകൂടം നന്മയുടെ ഭരണകൂടമാണെങ്കിൽ, ലക്ഷണമൊത്ത ഭരണകൂടമാണെങ്കിൽ, തിരഞ്ഞെടുക്കപ്പെട്ട സോഷ്യലിസ്റ്റ് സ്വഭാവമുള്ള ഭരണകൂടമാണെങ്കിൽ, ആ ഭരണകൂടം സർവകാലത്തും ഒരിക്കലും നശിക്കാത്ത, എല്ലാ കാലത്തും അനാദിയും അനന്തവുമായ ശക്തിയാണ് ദൈവം എന്നാണല്ലോ വിശ്വാസം. അങ്ങനെ ഒരിക്കലും നശിക്കാത്ത ഒരു ശക്തിയായി ആ ഭരണകൂടം നിലനിൽക്കുകയാണോ വേണ്ടത്? അതല്ല,
ലക്ഷണമൊത്ത കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമാണ്, സോഷ്യലിസ്റ്റ് ഭരണകൂടമായി തീരാൻ പരിശ്രമിക്കുകയാണെങ്കിൽ ഭരണകൂടം കൊഴിഞ്ഞു പോകുന്ന ഒരു കാലമല്ലേ സ്വപ്നം കാണേണ്ടത്? അതല്ലാതെ ദൈവമായി അനശ്വരനായിത്തീരുന്ന ഒരു ഭരണകൂടത്തെയാണോ നിങ്ങൾ സ്വപ്നം കാണുന്നത്? അതോ കൊഴിഞ്ഞു പോകുന്ന ഒരു ഭരണകൂടം കൊഴിഞ്ഞു പോയിട്ട് ഭരണകൂടമില്ലാത്ത സമത്വസുന്ദരമായ ഒരു ലോകത്തെയാണോ നിങ്ങൾ സ്വപ്നം കാണുന്നത്? അതല്ല. വിപ്ലവ സ്വപ്നങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഇനി ദൈവത്തിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ഭജന ഇരിക്കാൻ തുടങ്ങുകയാണോ? അതിനുവേണ്ടിയുള്ള ഒരു മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായിട്ടാണോ CPM ശരണം എന്ന് പറയുന്നത്? അതല്ല, CPM ആണ് ഞങ്ങളുടെ ദൈവം എന്നല്ല, CPM ആണ് നിങ്ങളുടെയും ദൈവം എന്ന് കേരളത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഉത്തരമില്ലാത്ത അനവധി ചോദ്യങ്ങളാണ് MB ജയരാജൻ ഉയർത്തിയിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ. അദ്ദേഹത്തെ ട്രോളിയതുകൊണ്ട് മാത്രം ഈ മണ്ടത്തരത്തിൻ്റെ പരിഹാസ്യതയും നാറ്റവും തീരുമോ എന്നെനിക്കറിയില്ല. നന്ദി, നമസ്കാരം.